ഹായ് യുവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ജോൺസ് വേൾഡ്. ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, എൻ്റെ ഒരു സെർവിക്കൽ സ്റ്റിച്ചിലത്തെ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇല്ലാത്തതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇടാമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഞാൻ സെക്കൻഡ് ഇപ്പോൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് സെർവിക്സിൽ സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രഗ്നൻ്റ് ആയി ഒരു 4.5 മാസമായപ്പോഴാണ് എമർജൻസി ആയിട്ടാണ് എനിക്ക് സെർവിക്സിൽ സ്റ്റിച്ച് ഇടേണ്ടി വന്നത്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും സ്റ്റിച്ച് ഇടേണ്ടി വരിക. എന്നെ സംബന്ധിച്ച് എനിക്ക് യൂട്രസ് ഇറങ്ങി വരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. ചിലർക്കത് കൂടെ അബോഷൻസോ ഇതുപോലെ തന്നെ യൂട്രസിൻ്റെ ബലക്കുറവ്, യൂട്രസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പല റീസൺസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും എന്ത് ഇഷ്യൂസ് വന്നാലും ഈ പ്രഗ്നൻസിയിൽ എന്ത് ഇഷ്യൂസ് വന്നാലും നമ്മളിപ്പോൾ ഈ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, വേദന വന്നാലും സഹിച്ചിരിക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ എന്താണ് പറയുന്നത്, മെഡിസിൻസ് ആയാലും എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുന്നത്, അതിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ 4.5 മാസത്തിൽ സ്റ്റിച്ച് ഇട്ടത് അത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളെ കൊണ്ടുപോയി, കാരണം എനിക്ക് കുറച്ച് 2 ദിവസമായിട്ട് വേദന ഉണ്ടായിരുന്നു, പക്ഷെ തലേദിവസം വേദന വളരെ കൂടിയിട്ട് പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലഡിൻ്റെ ഒരു പീസ് പോയിരുന്നു. അപ്പോൾ നമുക്ക് ഈ അബോഷനൊക്കെ വരുന്ന സമയത്താണ് അങ്ങനെ പീസസ് പോവുക, ബ്ലഡിന് നമ്മുടെ മാംസ കഷ്ണം ആ രീതിയിൽ പോവുക. അപ്പോൾ എനിക്ക് വേദനയും സഹിക്കാൻ പറ്റാണ്ടായി. അങ്ങനെയാണ് പോയത്. ഓൾറെഡി ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. അങ്ങനെ പോയി. ഓൾറെഡി എന്നെ വേഗം അനസ്തേഷ്യ തന്ന് ഓൾറെഡി പെട്ടെന്ന് തന്നെ ടീറ്ററിലേക്ക് കയറ്റി അനസ്തേഷ്യ ഒക്കെ തന്ന്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഓൾറെഡി. പിന്നെ നമ്മൾ സ്റ്റിച്ചിട്ട് കഴിയുമ്പോഴാണ് ഇത് അറിയണത്, ഓൾറെഡി എനിക്ക് സ്റ്റിച്ചിട്ട് എന്ന കാര്യം വരെ ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ടൈം എടുത്തു. ഓൾറെഡി ഞാൻ അത്രയ്ക്ക് ഹെൽത്തി ഫിറ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ അനസ്തേഷ്യയുടെ എഫക്റ്റ് കുറച്ച് മാറാനായിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് യൂറിനൊക്കെ പാസ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് പ്രഷർ ചെയ്യാൻ പാടില്ല. പിന്നെ ബാത്റൂമിൽ പോകുമ്പോഴായാലും. പിന്നെ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു ഓൾറെഡി ചിലപ്പോൾ പ്രീമച്വർ ബേബി ആയിരിക്കും, ചിലപ്പോൾ ഒന്നെങ്കിൽ അമ്മയോ കുട്ടി, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതായത് പകുതി ദിവസം ഹോസ്പിറ്റലാണെങ്കിൽ പകുതി ദിവസം വീട്ടിൽ, അതായത് ഹോസ്പിറ്റലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ കട്ടിൽ പൊതിച്ച് വെച്ചാണ് കിടന്നിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ പലരുടെയും വീഡിയോസിലും പലരുടെയും എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അവർ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു എന്നൊക്കെ. പക്ഷേ പലരെയും സംബന്ധിച്ച് അത് സാധിക്കത്തില്ല. നേരത്തെ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ബെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന വരില്ല. കാരണം ഗ്യാസിൻ്റെ ഇഷ്യൂസ് കൂടുതലായിരിക്കും, നോർമലി നടക്കുന്നവരെക്കാളും കൂടുതലായിരിക്കും ആ സമയത്ത് ഗ്യാസിൻ്റെ പ്രോബ്ലം. കാരണം നമുക്ക് ഒട്ടും നടക്കാൻ പാടില്ല. ആ ബെഡിൽ കിടന്നിട്ട് തന്നെ നമ്മൾ ബാത്റൂമിൽ വരെ ബെഡിൽ കിടന്നിട്ടാണ്. അപ്പോൾ ഒട്ടും അനങ്ങാൻ പാടില്ല, ആ അവസ്ഥയിലാണ് പോയിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഓൾറെഡി അപ്പം എനിക്ക് അതുപോലെ തന്നെ വീക്ക്ലി ഇഞ്ചക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് എലിയിലാണ് ഇഞ്ചക്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ വീക്ക്ലി ഇഞ്ചക്ഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് എൻ്റെ ആദ്യത്തെ ബേബി മാസം തികഞ്ഞ് നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. സിസേറിയൻ അല്ലായിരുന്നു, നോർമൽ ഡെലിവറി തന്നെയായിരുന്നു, ദൈവാനുഗ്രഹം. പക്ഷേ നമുക്ക് സ്റ്റിച്ച് ഇട്ടപ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ല, കാരണം അനസ്തേഷ്യ തന്നിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ സ്റ്റിച്ച് എടുത്ത സമയത്ത് നമുക്ക് അനസ്തേഷ്യ ഒന്നും തരില്ല, കാരണം നമുക്ക് ഡെലിവറിയുടെ തലേദിവസമാണ് എൻ്റെ സ്റ്റിച്ച് എടുത്തത്. അപ്പോൾ ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയാം. ഒരു പാറക്കല്ല് പോലത്തെ സംഭവമാണ് സ്റ്റിച്ച്. അതിങ്ങനെ ജസ്റ്റ് ഒരസുമ്പോഴാണ് ആ സ്റ്റിച്ചിങ്ങനെ എനിക്ക്, കാരണം നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയാണ് സ്റ്റിച്ച് എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വേദനയും നല്ല രീതിയിൽ സഹിച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മുടെ ഡെലിവറിയാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഓൾറെഡി സ്റ്റിച്ച് ഇടും അവിടെ. അപ്പോൾ എല്ലാ വേദനയും ഒരുമിച്ച് സഹിച്ചുകൊണ്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതൊക്കെ
സഹിക്കേണ്ടതാണ്. ഓൾറെഡി നമ്മൾ ആ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടതാണ് പലരും. ഇപ്പം ഈ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എന്നോട് ഡോക്ടർ നേരത്തെ തന്നെ സ്റ്റിച്ച് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ജൂലൈ മന്തിലാണ് എന്നോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കോംപ്ലിക്കേഷൻസ് അധികം വരാണ്ടിരിക്കാനാണ്, അബോർഷൻ ആവാണ്ടിരിക്കാൻ. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 8 years കഴിഞ്ഞു ഓൾറെഡി എൻ്റെ. കാരണം ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ബ്രേക്ക് എടുത്തത് ഞാൻ. അപ്പോൾ ഇതിൽ അബോർഷനോ കാര്യങ്ങളോ വരാണ്ടിരിക്കാനാണ് ഡോക്ടർ നേരത്തെ തന്നെ സ്റ്റിച്ച് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നോട് ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ മാക്സിമം കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണം, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മറക്കരുത്. അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ സെർവിക്സിൽ ഇപ്പോൾ സ്റ്റിച്ച് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഓൾറെഡി, പലർക്കും പല റീസൺസ് കൊണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ യൂട്രസ് ഇറങ്ങി വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ടാണ്, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ടാണ് അതായത് എൻ്റെ യൂട്രസ് ഇറങ്ങി വരായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ബാത്റൂമിൽ പോകണ നമുക്ക് അറിയത്തില്ല പെട്ടെന്ന് അബോർഷൻ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ഇട്ടത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. പലർക്കും പലതായിരിക്കും. ഈ തുടരെ അബോർഷൻസ് വന്നവരിലോ അല്ലെങ്കിൽ അബോർഷൻ ചാൻസ് കൂടുതലുള്ളവരിലോ ഒക്കെ ഡോക്ടേഴ്സ് ഇത് പറയാറുണ്ട് ഓൾറെഡി. അപ്പം നമുക്ക് ഈ ടൈമിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ഡോക്ടറോട് ഷെയർ ചെയ്തേ പറ്റൂ. കാരണം ഇൻ കേസ് ഇപ്പം എനിക്ക് ഒരു ഫസ്റ്റ് മന്ത് തന്നെ ആ സമയത്ത് എനിക്ക് ഈ വൈറ്റ് ഡിസ്ചാർജിൽ ബ്ലഡും കൂടി ഡൈല്യൂട്ടായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓൾറെഡി എനിക്ക് ഏജ് ഇത്രയൊക്കെ ആയിട്ടുണ്ട്, ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഡോക്ടർ പറഞ്ഞാൽ നേരത്തെ കോൺടാക്ട് ചെയ്ത് കിട്ടുന്ന ഡോക്ടറാണ്. 24 hours കോൺടാക്ട് ചെയ്താൽ കിട്ടും. അത്രയും നല്ല ഒരു ഡോക്ടറാണ് എൻ്റെ. അപ്പോൾ നമ്മൾ രാത്രിയിലായാലും ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് അപ്പം തന്നെ റിപ്ലൈ തരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതായത് നേരിയതുള്ളൂ, പക്ഷെ ബ്ലഡിൻ്റെ കളറ് വരുന്നുണ്ട്, ബ്ലഡായിട്ട് പോകുന്നതിൽ ബ്ലഡിൻ്റെ കളർ വരുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ പോയി OP പോയി ഡോക്ടറോട് തന്നെ സ്കാനിങ്ങിന് തന്നു. കാരണം ബേബിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന് നമുക്ക് സ്കാനിങ്ങിലൂടെയാണല്ലോ അറിയണത്. പക്ഷേ പുറമേ ഉള്ള സ്കാനിങ് ആയിരുന്നു. കാരണം എപ്പോഴും ഉള്ളിൽ കൂടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അബോർഷൻ കേസസ് മീൻസ് അങ്ങനെയുള്ള കേസസിൽ കുറച്ച് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മൾ പുറമേയുള്ള സ്കാനിങ് ആണ്. അപ്പോൾ ഹാർട്ട് ബീറ്റും കാര്യങ്ങളുണ്ട്, ബേബിക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ച്. അപ്പം അങ്ങനെ പോകുന്നു. ഇപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി പോകുന്നു. അപ്പം എനിക്ക് എൻ്റെ ഒരു ചെറിയ വലിയ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു നമുക്ക് അതായത് നമ്മളിപ്പം പണ്ടുള്ളവർ പറയും ഞങ്ങൾക്ക് ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. പക്ഷെ നമ്മൾ പണ്ടത്തെ ആ ഭക്ഷണ രീതിയോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിൽ വെക്കുന്ന ഫുഡായാലും പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പറമ്പിലും പാടത്തും അങ്ങനെ കിട്ടിയിരുന്ന ഫുഡുകളാണ്, നല്ല ഫുഡാണ് നമ്മൾ കഴിച്ചിരുന്നത്. ഇപ്പോൾ കുറേ പേര് ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ഫുഡിനെ ആശ്രയിക്കുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല, എനിക്ക് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ പലർക്കും പലതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും പണ്ടത്തെ ആൾക്കാരെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആൾക്കാർ ഹെൽത്ത് നോക്കുന്നവരുണ്ട്, ജിമ്മിലൊക്കെ പോയി. പക്ഷെ പണ്ടുള്ളവർ അങ്ങനെയല്ലല്ലോ. നമ്മുടെ കേരളത്തിലധികം കൃഷി ചെയ്തിരുന്ന ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഭയങ്കര ഹെൽത്തി ആയിരുന്നുള്ള ആൾക്കാരാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ഡോക്ടറിനോട് പറയാം. ഡോക്ടർ എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറയുന്നത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ചെയ്യുക ഓൾറെഡി. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റുമോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഷുഗർ പ്രഷർ അതൊക്കെ കൺട്രോൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ച് പോവുക. പിന്നെ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് പേടിക്കാനായിട്ടൊന്നും ഞാൻ പറയില്ല. അത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ് ഞാൻ പറയുകയാണെങ്കിൽ സത്യം. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷനാണ്. നമുക്ക് അബോർഷൻ വരാണ്ടിരിക്കാനും നമ്മുടെ ബേബീനെയും കെയർ ചെയ്യാനും നമ്മളെയും കെയർ ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ യൂട്രസൊക്കെ പുറത്തേക്ക് പോകുന്നുള്ള അവസ്ഥ നമുക്ക് തന്നെ അത് ദോഷമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. പിന്നെ വേദന ഏത് രീതിയിലായാലും നമ്മൾ സഹിക്കണം. ഓൾറെഡി സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എല്ലാ മാസത്തിനും വരുന്ന പീരീഡ്സിൽ നമ്മൾ വേദന സഹിക്കാറുണ്ട്. പക്ഷേ ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാ പെയിനാണ്.
ഡബിൾ ത്രിബിൾ 100 ടൈംസ് എബവ് പെയിൻ എന്ന് പറയില്ല, അപ്പോൾ അത്രയും പെയിനാണ്. അപ്പം ഈ സ്റ്റിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മൾ കുറേ കെയർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഓൾറെഡി നമ്മൾ ആ പോർഷൻസൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അത്രയും കെയർ, കാരണം ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ട് നമ്മൾ നോക്കണം മാക്സിമം. പിന്നെ അധികം പ്രഷർ ചെയ്യാണ്ട് നോക്കണം, കാരണം സ്റ്റിച്ച് ഇട്ടതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഡോക്ടർ നമ്മളോട് എന്താണോ പറയുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക ഓൾറെഡി. കാരണം നമുക്കൊരു നല്ല ബേബീനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ത്യാഗം എടുക്കുന്നത് അല്ലേ. എത്രയോ പേരാണ് മക്കളില്ലാണ്ടൊക്കെ, ഞാൻ കേൾക്കാറുണ്ട്, ഓൾറെഡി നമ്മൾ കേൾക്കാറുണ്ട്, ഡെയിലി ന്യൂസിലായാലും ഒക്കെ കേൾക്കാറുണ്ട്, എത്രയോ പേരാണ് മക്കളില്ലാണ്ടൊക്കെ. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന മക്കളെ 2 കൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് കുറച്ച് നമുക്ക് വേണ്ട സ്ട്രഗിളൊക്കെ നമ്മൾ ചെയ്യുക. അവരെ കിട്ടാൻ വേണ്ടി നമ്മൾ അത്രയും സ്ട്രഗിൾ, കാരണം നമ്മുടെ പേരൻസ് നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇത്രയും വരെ എത്തിയത്. അപ്പോൾ ആ രീതിയിൽ തന്നെ കാണാം. ബെഡ് റെസ്റ്റ് എടുക്കാൻ പറയണതോടുകൂടി കറക്റ്റായിട്ട് തന്നെ ബെഡ് റെസ്റ്റ് എടുക്കുക. അതിലൊന്നും ഒരു അലസത കാണിക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ കുറേ നേരം കിടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. പക്ഷേ അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ റെസ്റ്റ് എടുത്തോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വല്ലപ്പോഴുമൊക്കെ ഒരു ഷോർട്സ് റീൽസ് പോലെയൊക്കെ ഇടുന്നത്. കാരണം ഞാൻ നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ കണ്ടൻ്റൊക്കെ ആലോചിച്ച് വെച്ച് ഇടാനൊക്കെ നോക്കും. പക്ഷേ എൻ്റെ ഒരു ഹെൽത്തി സംബന്ധമായ പല പ്രശ്നങ്ങളും കൊണ്ടും എനിക്ക് സാധിക്കാറില്ല. പക്ഷേ ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത്തരം വീഡിയോസ് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.